ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഉപദ്വീപീയ നദികളായ മഹാനദിയും താപ്തിയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് താപ്തി എന്താണെന്ന് നോക്കാം. സത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഏതാണ്? സത്പുര നിരയിലെ മുൾട്ടായി റിസർവ് വനത്തിൽ നിന്നും ഉത്ഭവിക്കുന്നു. കൂടാതെ ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി. താപ്തി നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ ബൈത്തൂൺ ജില്ലയിലെ മുൾട്ടായി പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്ന് കൂടെ കാണാം കേട്ടോ. അതായത് സത്പുരയിലെ മുൾട്ടായി നിര എന്ന് പറയാം, അല്ലെങ്കിൽ മധ്യപ്രദേശിലെ ബൈത്തൂൺ ജില്ലയിലെ മുൾട്ടായി പീഠഭൂമി എന്നും പറയാം കേട്ടോ. ഇത് രണ്ടും പറയാം. അത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയും കൂടെയാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ നദിയാണ്. നദിയുടെ നീളം 724 കിലോമീറ്റർ ആണ്. നർമ്മദയുടെ ഇരട്ട, ഹാൻഡ് മെയ്ഡ് ഓഫ് നർമ്മദ എന്നറിയപ്പെടുന്ന നദി താപ്തിയാണ്. താബി എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയും താപ്തിയാണ്. സുററ്റ് നഗരം സ്ഥിതി ചെയ്യുന്ന താപ്തിയുടെ തീരത്താണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്നു. നർമ്മദയുടെയും ഗോദാവരിയുടെയും ഇടയിലൂടെ ഒഴുകുന്ന നദി കൂടെയാണത്. നർമ്മദയും ഗോദാവരിയുടെയും ഇടയിലൂടെ ഒഴുകുന്ന നദി കേട്ടോ. ഉക്രായ് കക്രപ്പാറ എന്ന ജലവൈദ്യുത പദ്ധതി താപ്തിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടെ പറയുന്നുണ്ട്. കൂടാതെ ഇതിന് പ്രധാന പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പൂർണ്ണ, സുഗി, ഗിർ, ബേത്തൽ, പത്കി, ബോറി, പഞ്ച്ഹാര, അനർ. ഏതൊക്കെയാണ് ഒരു കൂടെ പറയാം. പൂർണ്ണ, സുഗി, ഗിർ, ബേത്തൽ, പത്കി, ബോറി, പഞ്ച്ഹാര, അനർ എന്നിവ കേട്ടോ. കൂടാതെ എന്താണ് ഉഗായ് കക്രപ്പാറ എന്നീ ജലവൈദ്യുത പദ്ധതി താപ്തി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. താപ്തി നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര. ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്രയാണ്. നർമ്മദ, ഗോദാവരി എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി താപ്തി നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? താപ്തിയുടെ നീളം പറഞ്ഞു 724 കിലോമീറ്റർ ആണ്. പിന്നെന്താണ്? താപ്തി നദിയിലെ പ്രധാന ജലവിദ്യുത പദ്ധതി കക്കറപ്പാറ ഉഗായി ആണെന്ന് പറഞ്ഞു. പിന്നെ താപ്തി നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? അറബിക്കടൽ. എവിടെയാണ്? അറബിക്കടലിലാണ് ഇത് പതിക്കുന്നത് കേട്ടോ. അടുത്തത് മഹാനദിയാണ്. അമർകണ്ടക് മലനിരകളിൽ സിഹാവയിലാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. കൂടാതെ മഹാനദി ഉത്ഭവം എന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ മലനിരകൾ എന്നും കൂടെ പറയാം കേട്ടോ. മഹാനദിയുടെ നീളം 857 കിലോമീറ്റർ ആണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. ഒഡീഷ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഇബ്, ടെല്ല്, ഷിയോനാഥ് എന്നിവ ഇതിൻ്റെ പ്രധാന പോഷക നദിയാണ്. ഏറ്റവും വലിയ പോഷക നദി ഷിയോനാഥാണ്. ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദിയാണ് ഷിയോനാഥ്. സംബൽപൂർ, കട്ടക്ക് എന്നിവയാണ് മഹാനദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമായ ഹിരാക്കുഡ് സ്ഥിതി ചെയ്യുന്ന മഹാനദിയിൽ ആണ് കേട്ടോ. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്താണ്. മഹാനദി കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡാണ്. കൂടാതെ ഒലീവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കുന്ന മഹാനദിയുടെ പ്രധാനപ്പെട്ട കൈവഴിയാണ് ദേവി നദി. ഏതാണ്? ദേവി നദി എന്നറിയപ്പെടുന്നുണ്ട്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാനദിയുടെ തീരത്തെന്ന് പറഞ്ഞു. ഇത് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ. ബംഗാൾ ഉൾക്കടലിലാണ്. കൂടാതെ 1998 ഷിയോനാഥിന് ജലത്തിന് ഉടമസ്ഥാവകാശം നേടിയെടുത്ത വ്യവസായിയാണ് കൈലാഷ് സോണി. അതാണ് കൈലാഷ് സോണിയാണ്. മഹാനദിയുടെ അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് ഫാൾസ് പോയിന്റ്, ഒഡീഷയിലെ ഫാൾസ് പോയിന്റിലാണെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ.